ഓക്കെ, എല്ലാവർക്കും മെക് പോയിൻറ്റ് കേരള പി സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോയാണ്. കാരണം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം ഡിസ്കസ് ചെയ്യാനായിട്ട് ഇല്ല. കാരണം മറ്റു ചാനലുകളിലും ഇപ്പം എൻ്റെ ചാനലിൽ ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഇനി ഞാൻ പുതിയ വീഡിയോ ചെയ്യാനായിട്ട് നോക്കുന്നില്ല. അപ്പോൾ ദിസ് ഈസ് ദ ഫൈനൽ വീഡിയോ ഓഫ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ. ഓക്കെ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയിലും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വിച്ച് ഈസ് ദി വെൽഡിംഗ് പൊസിഷൻ ഇൻ GMA വെൽഡിംഗ് ഇഫ് ദ ഫില്ലർ വയർ ഈസ് ഡെപ്പോസിറ്റഡ് ഫ്രം ദി അപ്പർ സൈഡ് ഓഫ് ദി ജോയിൻറ്റ് ഡ്യൂറിങ് വെൽഡിംഗ്? അതിൻ്റെ ആൻസർ ഡൗൺ ഹാൻഡ് പൊസിഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയർഡ് ഹോൾസ് ഓഫ് ഓവർലാപ്പ് ജോയിൻറ്റ്സ്? പ്ലഗ് ആൻഡ് സ്ലോട്ട് വെൽഡിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, കാർബൺ ആൻഡ് മാംഗനീസ് ആഡഡ് ടു തെർമിറ്റ് മിക്സ്ചർ. അങ്ങനെ കാർബണും മാംഗനീസും അലോയിങ് എലമെൻ്റ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഒപ്റ്റെയിൻ ഹാർഡ്നെസ്സിന് വേണ്ടിയിട്ടാണ്, ഹാർഡ്നെസ് ഒപ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂഷ്വൽ ടോർച്ച് ആംഗിൾ ടിൽറ്റ് ഓൺ എയ്തർ സൈഡ് ഓഫ് വെർട്ടിക്കൽ GMAW? 10 to 20 ഡിഗ്രിയാണ് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂഷ്വൽ ലെങ്ത് ഓഫ് ടാക്ക് വെൽഡ് ഇൻ എ T ജോയിൻറ്റ് ഇൻ GMAW ഫ്ലാറ്റ് പൊസിഷൻ? 10 mm ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ കോമ്പിനേഷൻ ഓഫ് ഷീൽഡിംഗ് ഗ്യാസ് യൂസ്ഡ് ഇൻ GMAW ഫോർ ആർക്ക് സ്റ്റെബിലിറ്റി. ബെറ്റർ ആർക്ക് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആർഗൺ പ്ലസ് 5% കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ഹൗ ദ ഫില്ലർ വയർ ഫെഡ് ഇൻ GMAW? അത് കണ്ടിന്യൂസ്ലി ആണ് നമ്മൾ ഫില്ലർ വയർ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ആണ് ഫില്ലർ വയർ ഫീഡ് ചെയ്യുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ് ഇൻ MAG ഓർ MIG വെൽഡിംഗ്. അത് പറയുകയാണെങ്കിൽ ബെയർ ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ റേഞ്ച് ഓഫ് ഇലക്ട്രോഡ് സൈസ് ഇൻ MIG-MAG വെൽഡിംഗ് 0.8 to 1.6 mm വരെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. GMAW ഈസ് പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു സെമി ഓട്ടോമാറ്റിക് വെൽഡിംഗ് ആണ് GMAW എന്ന് പറയുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത് ഏതാണ്? ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ആണ് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇനീഷ്യൽ ആംഗിൾ ഓഫ് ദ ടു പ്ലേറ്റ്സ് ഇൻ എ T ജോയിൻറ്റ് ഇഫ് ഫൈനൽ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് എ 90 ഡിഗ്രി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ വേൾഡ്? 93 ഡിഗ്രി ആയിരിക്കും ഇനീഷ്യൽ ആംഗിൾ എന്നുണ്ടെങ്കിലാണ് 90 ഡിഗ്രി ഫൈനൽ ആംഗിൾ വരുന്നത്. ദ ഗ്യാസ് മിക്സ്ചർ ലൈക്ലി ടു റെഡ്യൂസ് ദ സ്പാറ്റർ ലോസ് ഇൻ FCAW. ആർഗൺ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് അവിടെയും സ്പാറ്ററിൻ്റെ റിഡക്ഷൻ ഉണ്ടാകുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് വെൽഡഡ് വിത്ത് സെൽഫ് ഷീൽഡഡ് ടൈപ്പ് FCAW? കാർബൺ സ്റ്റീൽ വെൽഡ് ചെയ്യുമ്പോഴാണ് സെൽഫ് ഷീൽഡഡ് ആയിട്ടുള്ള FCAW പ്രോസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിംഗ് ആണ് FCAWൻ്റെ ഫുൾ ഫോം. 14, വിച്ച് കോമ്പിനേഷൻ ഓഫ് മെറ്റൽ ആൻഡ് ഷീൽഡിംഗ് ഗ്യാസ് ഗീവ്സ് ബെറ്റർ ക്ലീനിങ് ആക്ഷൻ GMAW? മഗ്നീഷ്യവും ആർഗണിൻ്റെയും കോമ്പിനേഷൻ വരുമ്പോഴാണ് ഒരു ബെറ്റർ ക്ലീനിങ് ആക്ഷൻ ഉണ്ടാവുക. 15, വാട്ട് ഈസ് ദ ഓപ്പറേഷൻ ടു ക്ലീൻ ദ സിലിണ്ടർ വാൽ ബിഫോർ ഫിക്സിങ് ദ റെഗുലേറ്റർ ടു ദി ആർഗൺ സിലിണ്ടർ? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്രാക്കിംഗ് എന്നാണ്. 16, വാട്ട് ഡിഫക്റ്റ് വിൽ ഒക്കർ ഇഫ് ആർക്ക് ട്രാവൽ സ്പീഡ് ആൻഡ് ആർക്ക് വോൾട്ടേജ് ഇസ് ലോ ഇൻ GMAW പ്രോസസ്? വെൽഡ് ഓവർലാപ്പിനുള്ള ചാൻസ് ഉണ്ട്. 17, സ്റ്റാർട്ടിംഗ് ഓഫ് ആർക്ക് ഇൻ GMAW ഈസ് ഡിഫിക്കൽട്ട് ഡ്യൂ ടു റോങ് പൊളാരിറ്റി ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. 18, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ വിൽ നോട്ട് അലോ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ്? മെറ്റൽ വിത്ത് ലോ കംപ്രസീവ് സ്ട്രെങ്ത് നമുക്ക് ഒരിക്കലും ഫ്രിക്ഷൻ വെൽഡിംഗ് വെച്ച് ചെയ്യാൻ പറ്റില്ല. 19, നിക്കൽ ആൻഡ് ടൈറ്റാനിയം എഫക്റ്റീവ്ലി വെൽഡഡ് യൂസിങ് ടിഗ് വെൽഡിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. 20, ഹൈഡ്രജൻ ഈസ് ആഡഡ് വിത്ത് ആർഗൺ ഇൻ
GTAW ടു ഇംപ്രൂവ്, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടുക, വെൽഡിങ് സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന കേസ്. 21 ദ പാർട്ട് ഓഫ് ടിക് ടോർച്ച് വിച്ച് ഹോൾഡ് ദി ടങ്സ്റ്റൺ ഇലക്ട്രോഡ് കളക്ട് എന്നാണ് നമ്മൾ പറയുന്നത്. 22 വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹൈ ഫ്രീക്വൻസി യൂണിറ്റ് യൂസ്ഡ് ഇൻ ടിക് വെൽഡിംഗ്? ടു ഇനീഷ്യേറ്റ് ദി ആർക്ക് വിത്തൗട്ട് ടച്ചിങ് ദ ഇലക്ട്രോഡ് ഓൺ ദി ബേസ് മെറ്റൽ. അങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫയർ ബാക്ക് അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും, ബാക്ക് ഫയർ ഉണ്ടാവും, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിച്ച് ഡിവൈസ് ഈസ് യൂസ് ടു ഷോ ദി വോളിയൂം ഓഫ് ദി ഇനേർട്ട് ഗ്യാസ് ഫ്ലോ ത്രൂ ദി വെൽഡിംഗ് ടോർച്ച്? ഫ്ലോ മീറ്റർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 24 ദ കട്ടിംഗ് നോസിൽ സൈസ് ഫോർ 50 mm തിക്ക് മെറ്റൽ ഷീറ്റ്. നമുക്കറിയാം 6 to 19 mm വരെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1.2 mm ആണ്. നോസിൽ സൈസ് എന്ന് പറയുന്നത് 1.2 mm ആണ്. ഹൗ മെനി പ്രഷർ ഗേജസ് ആർ ദർ ഇൻ എ റെഗുലർ ഗ്യാസ് വെൽഡിംഗ് പ്ലാന്റ്? 4 പ്രഷർ ഗേജസ് ആയിരിക്കും ഉണ്ടാവുക. 26 വിച്ച് കട്ട് ഓഫ് ഫയൽസ് ഹാസ് 2 rows ഓഫ് ടീത്ത് കട്ട് ഡയഗണലി ടു ഈച്ച് അതർ? ഡബിൾ കട്ട് ഫയലാണ്. 27 ലീക്കേജ് ഓഫ് അസറ്റീൻ ചെക്ക്ഡ് യൂസിങ്, സോപ്പ് വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 28 ദ റീസൺ ഫോർ ഇറഗുലർ ഡ്രാഗ് ലൈൻസ് ഇൻ ഗ്യാസ് കട്ടിംഗ് പ്രോസസ്? ലോ ഓക്സിജൻ പ്രഷർ ആണെങ്കിൽ ഇറഗുലർ ഡ്രാഗ് ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. 29 ഹൗ മെനി സെഗ്മെൻറ്റ്സ് ടു ബി സെലക്ടഡ് ഫോർ വെൽഡിംഗ് 50 mm ജെ പൈപ്പ്? 4 സെഗ്മെൻറ്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 30 ഹെയർ ലൈൻ സെപ്പറേഷൻ ഇൻ ദ വെൽഡ് ബീഡ് ഈസ് ഡ്യൂ ടു ഫാസ്റ്റ് കൂളിംഗ് ആണ് അതിന് കാരണം. 31 വാട്ട് ഈസ് ദ ബേസ് ഫോർ സെലക്ടിങ് നോസിൽ സൈസ് ഫോർ ഗ്യാസ് വെൽഡിംഗ് പൈപ്പ്? പൈപ്പ് വാൾ തിക്നെസ് ആണ്. നമുക്കറിയാം നോസിൽ സൈസ് നമ്മൾ മെറ്റലിൻ്റെ തിക്നെസ് വെച്ചിട്ടാണ് ചെയ്യാറ്, പക്ഷേ പൈപ്പ് വെൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ പൈപ്പിൻ്റെ വാൾ തിക്നെസ് ആണ് അവിടെ നോക്കുന്നത്. 32 ദ സൈസ് ഓഫ് ഫില്ലർ റോഡ് യൂസ്ഡ് ഫോർ 2 mm തിക്ക് MS സ്റ്റീൽ 1.6 mm ആണ്. 33 വൺ ഓഫ് ദി മെത്തേഡ് ടു കൺട്രോൾ ഡിസ്ട്രോഷൻ യൂസ് ഫ്യൂ പാസസ് വിത്ത് ലാർജ് ഡയമീറ്റർ ഇലക്ട്രോഡ്. അങ്ങനെ നമുക്ക് ഡിസ്ട്രോഷൻസ് കുറയ്ക്കാൻ പറ്റും. ഡിസ്ട്രോഷൻ്റെ വേറൊരു കാരണമാണ് ഇൻപ്രോപ്പർ ക്ലാമ്പിംഗ് മെത്തേഡ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഹീറ്റിങ്ങും കൂളിങ്ങും. ഇതൊക്കെ സ്ട്രെസ് വേരിയേഷൻസിന് കാരണമാകുന്നതുകൊണ്ടാണ് ഡിസ്ട്രോഷൻ ഉണ്ടാകുന്നത്. 34 വിച്ച് കാസ്റ്റ് അയൺ ഓഫേഴ്സ് ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഷോക്ക്? മാലിയബിൾ കാസ്റ്റ് അയൺ ആണ്. ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളത് ഗ്രേ കാസ്റ്റ് അയൺ ആണ്. 35 വാട്ട് മെത്തേഡ് ഈസ് ഫോളോ ടു മേക്ക് എ സർക്കുലർ ഗ്യാസ് കട്ടിംഗ് യൂസിങ് എ ഗൈഡ് ക്ലാമ്പ് ഫിറ്റഡ് ടു ദ ടോർച്ച് ബോഡി? 36 വാട്ട് മേക്സ് ദ ബക്ലിംഗ് ഓഫ് വെൽഡ് ജോയിൻ ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്യൂറിങ് കൂളിംഗ്? അത് ലോ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ബക്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വെൽഡ് ഡീക്കെ ഉണ്ടാകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 37 ഗ്യാസ് ഡിഫ്യൂസേഴ്സ് ഇൻ മിക്മാഗ് വെൽഡിങ്സ് ആർ മെയ്ഡ് ബൈ? ഗ്യാസ് ഡിഫ്യൂസേഴ്സ് നമ്മൾ നോർമലി ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. 38 വിച്ച് സർഫസ് ഹാർഡനിങ് പ്രോസസ് റിക്വയർഡ് നോ കൊഞ്ചിങ്? അത് നൈട്രൈഡിങ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 40 ഇൻ റെസിസ്റ്റൻസ് വെൽഡിംഗ് ദ ഇലക്ട്രോഡ്സ് ആർ മെയ്ഡ് ഫ്രം കോപ്പറാണ്. 41 ദ കപ്പാസിറ്റി ഓഫ് പ്ലാസ്മ വെൽഡിംഗ് ടോർച്ച് 500 ആംപിയർ ആണ് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. 42 ഇൻ ഫ്യൂഷൻ വെൽഡിംഗ് ദ പെനിട്രേഷൻ ഇസ് ദ റേഷ്യോ ഓഫ് വിഡ്ത്ത് ഓഫ് ദി വെൽഡ് ബൈ ഡെപ്തിനെയാണ് നമ്മൾ പെനിട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിഡ്ത്ത് ഓഫ് ദി വെൽഡ് ഡിവൈഡഡ് ബൈ ഡെപ്ത് ആണ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ റേറ്റഡ് കറണ്ട് ഈസ് 500 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. റേറ്റഡ് ഡ്യൂട്ടി സൈക്കിൾ 60% ആണ് തന്നിട്ടുണ്ട്. ദ ഡിസൈഡ് ഡ്യൂട്ടി സൈക്കിൾ ഇഫ് ദ ഡിസൈഡ് കറണ്ട് ഈസ് 1000 ആംപിയർ. ഡിസൈഡ് ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസൈഡ് കറണ്ട് 1000 ആംപിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് I സ്ക്വയർ കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും 500 സ്ക്വയർ ഇൻറ്റു 60 ഇസ് ഈക്വൽ ടു 1000 സ്ക്വയർ ഇൻറ്റു സംതിങ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 135% ആയിരിക്കും ഡ്യൂട്ടി സൈക്കിൾ കിട്ടുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി സൈക്കിൾ ഒരിക്കലും 100% മുകളിലേക്ക് പോകത്തില്ല. 100% മുകളിലുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഡ്യൂട്ടി സൈക്കിൾ 100% ആയിട്ട് മാർക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് PSCയുടെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 135% ആണ്. നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം അതിന് എബോവ് വന്നു കഴിഞ്ഞാൽ 100% ആയിട്ട് മാർക്ക് ചെയ്യുക. 100% ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും കറക്റ്റ് ആൻസറായിട്ട് വരിക ഡ്യൂട്ടി സൈക്കിളിൻ്റെ കേസിൽ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മളുടെ ലാസ്റ്റ് പാർട്ടാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡൺ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് പാർട്ട് വീഡിയോയാണ്. ഇനി വീഡിയോസ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. എങ്കിലും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ കൂടി മാക്സിമം വരാൻ ചാൻസ് ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രിപ്പയർ ചെയ്യുക. കൂടുതലായിട്ടും ഒരു എന്താ പറയുക, ഈ ഒരു വെൽഡിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മെമ്മറി ബേസ്ഡ് ആണ്. കൂടുതലായിട്ട് നമ്മൾ ബൈ ഹേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കുറേ വാല്യൂസ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമായിട്ട് ഞാൻ കാണുന്നത്. ഒരുപാട് സൈറ്റുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഏറ്റവും വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ പല ബുക്കുകളിലും ഡിഫറെൻറ്റ് ആൻസേഴ്സ് വരുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് PSCക്കും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ദിസ് മൈ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡൺ എന്ന് പറയുന്ന എക്സാമിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് പോളി ലെക്ചർ എന്ന് പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പോളി ലെക്ചർ എന്ന് പറയുന്ന എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.